ബഹുമാനപ്പെട്ട ശ്രീ ബാലേന്ദ്രൻ ഇഞ്ചക്കാട് ഉദ്ഘാടകൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ ബാനർജി ന്യായശിക്ഷ പ്രമുഖ്, ക്ഷണിച്ചിട്ടും വരാൻ പറ്റാതെ പോയ മറ്റ് വിശിഷ്ട അതിഥികൾ, രക്ഷകർത്താക്കൾ, അധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാർ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൻ്റെ 11ാം വാർഷികോത്സവം നടക്കുക. ഈ വാർഷികോത്സവം കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ഇത് നടത്തുന്നത്? കാരണം കലാരൂപങ്ങൾക്കുള്ള പ്രാധാന്യം അധ്യാപനത്തിൽ വളരെയധികമുണ്ട്. നിങ്ങൾ ഭാഷകളും കണക്കും മറ്റ് സോഷ്യൽ സയൻസും നാച്ചുറൽ സയൻസും ഒക്കെ പഠിക്കുമ്പോൾ, കമ്പ്യൂട്ടർ സയൻസൊക്കെ പഠിക്കുമ്പോൾ ഉള്ള ബോറിങ്ങും മുഷിവും അരോചകതയും ഒക്കെ ഇല്ലാതാക്കാൻ നല്ലതാണ് കലാപഠനം. ഈ കലകളിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം, അധ്യയനം വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കാനും അതുപോലെ പ്രയോജനപ്പെടുത്താനും കഴിയുന്നുണ്ട്. കല എന്നുള്ളത് മനുഷ്യന്റെ ജന്മം മുതലേ അവന്റെ കൂടെ ഉള്ളതാണ്. പെറ്റുപിഴുന്ന ശിശു ഉറക്കെ കരയുന്നു, അതും ഒരു താളലയത്തിലാണ് കരയുന്നത്, അതും കലയാണ്. പിന്നീട് അത് പുഞ്ചിരിക്കുന്നു, അത് മാതാക്കളും പിതാവും മാതാവും മറ്റ് മുതിർന്ന ആൾക്കാരും എല്ലാം അത് കണ്ട് സന്തോഷിക്കുന്നു. പിന്നീട് ആ കുട്ടി വളർന്ന് സ്കൂൾ ലെവലാകുമ്പോഴത്തേക്ക് അവന്റെ എന്തെങ്കിലും ഒരു കല, ഒരുപാട് കലകളുണ്ടല്ലോ, ഇപ്പോൾ സാഹിത്യകല, സംഗീതകല, നൃത്യകല, അതുപോലെ ചിത്രകല, ശില്പകല, ഒരുപാട് കലാരൂപങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു കലയിൽ ഒരു കുട്ടി പ്രാവീണ്യം കാണിക്കും, പ്രാവീണ്യം ഉണ്ടാവും അവന്. അപ്പോൾ സ്കൂൾ ലെവലിൽ വേണം ആ കലകളെ കണ്ടറിഞ്ഞ് പരിപോഷിപ്പിക്കാനും വികസിപ്പിക്കാനും. കാരണം കലകളില്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം അപൂർണമാണ്. കലയോട് സാമീപ്യവും അടുപ്പവും കാണിക്കാത്ത മനുഷ്യനല്ല, പിശാചാണ്. കാരണം അവന്റെ മനസ്സിനുള്ള മൃദുല വികാരങ്ങളെ തൊട്ടുണർത്താനും പരിപോഷിപ്പിക്കാനും കലകൾക്ക് കഴിയും. അവനെ മനുഷ്യനാക്കാൻ, ഒരു പൂർണ്ണ മനുഷ്യനാക്കാൻ കലകൾക്ക് കഴിയും, എല്ലാ കലകൾക്കും. നിങ്ങൾ ടി വി കാണുന്നു, പത്രം വായിക്കുന്നു, മാഗസിൻസ് വായിക്കുന്നു, ഇതിലൊക്കെ വായിക്കുമ്പോഴും നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന അറിവും കലാരൂപങ്ങളിൽ നിന്നുള്ള ആനന്ദവും, ആ ആനന്ദം എന്ന് പറഞ്ഞാൽ വളരെ വിവരിക്കാൻ പറ്റാത്ത ആനന്ദമാണ്. ബാക്കി കിട്ടുന്ന ആനന്ദങ്ങളെല്ലാം ആഹാരത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും കിട്ടുന്ന ആനന്ദ ക്ഷണികമാണ്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആനന്ദം പോയി, വസ്ത്രം പഴയ ആനന്ദം പോയി. പക്ഷേ കാവ്യ